നമ്മളിപ്പോൾ ഉള്ളത് ആഗ്ര ഫോർട്ടിലാണ്. ആഗ്ര ഫോർട്ടിൽ വന്നിട്ട് പലരും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ണിൽ പെടാത്തൊരു സ്ഥലമുണ്ട് ഇവിടെ, മുസമ്മൻ ബുർജ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ ഈ ഒരു മുസമ്മൻ ബുർജ്. ഷാജഹാനെ അവസാന കാലഘട്ടത്തിൽ മകൻ ഔറംഗസീബ് വീട്ടുതടങ്കലിലാക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഇങ്ങനെ ഈ വീട്ടുതടങ്കലിലാക്കിയത് ഈ ഒരു മുസമ്മൻ ബുർജിലായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊന്നും പെയിൻറ്റിങ് അല്ല കേട്ടോ, ഇതൊക്കെ കല്ലുകളാണ്. ഈ കളറിലെ പച്ച, ചുവപ്പ്, മഞ്ഞ കളറിലുള്ള കല്ലുകളാണ് ഇതൊക്കെ കൊത്തി വെച്ചിട്ടുള്ളത്. ഒന്നും പെയിൻറ്റിങ് അല്ല. ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് പെയിൻറ്റിങ് ആണ് എന്നൊക്കെ തോന്നിപ്പോകും. ഷാജഹാൻ്റെ മകൻ ഔറംഗസീബ് 8 വർഷത്തോളം ആണ് ഇവിടെ ഈ ഒരു മുസമ്മൻ ബുർജിൽ വീട്ടുതടങ്കലിൽ ആക്കിയിരുന്നത് കേട്ടോ. 1658 മുതൽ 1666 വരെ ഈ ഒരു മുസമ്മൻ ബുർജിൽ ആൾ വീട്ടുതടങ്കലിലായിരുന്നു അല്ലെങ്കിൽ ജയിലിലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പിന്നെ അങ്കൂരി ബാഗ് എന്നറിയപ്പെടുന്ന മുന്തിരിച്ചെടികളാണ്. അത് കഴിഞ്ഞ് അവിടെ റോഷനാര ഷാജഹാൻ്റെ മകളുടെ റൂമുണ്ട്. അത് കഴിഞ്ഞ് കാസ്മഹൽ മുംതാസിൻ്റെതാണ്. ഇതും കഴിഞ്ഞ് അവിടെ ജഹനറ എന്ന് പറഞ്ഞ മോളുടേതുണ്ട്. ഇതും കഴിഞ്ഞ് നേരെ ആ കാണുന്ന അതിൻ്റെ താഴെയാണ് ഈ പറഞ്ഞ മുസമ്മൻ ബുർജ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇതിലും വരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അതിലെങ്ങനെ മെയിൻ ഗേറ്റ് ഉണ്ട്, മെയിൻ ഗേറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്ത് അതിലെങ്ങനെ പുറത്തൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി താഴേക്ക് വരാനും പറ്റും. ഷാജഹാൻ്റെ മറ്റൊരു മകളായ ജഹനറൻ്റെ ബെഡ്റൂമാണ്. ഇത് കഴിഞ്ഞ് അതിൻ്റെ വലത് സൈഡിലാണ് ഈ പറഞ്ഞ മുസമ്മൻ ബുർജ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആ ഒരു മിനാരത്തിൻ്റെ ചുവട്ടിലായിട്ട് വരും. ഇതിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഗേറ്റും കൂടെ കഴിഞ്ഞാൽ വലത് സൈഡിൽ കാണുന്നതാണ് ഈ ഒരു മുസമ്മൻ ബുർജ്. 1632 നിർമ്മാണം കേട്ടോ.